ചേച്ചി എന്തിട്ട് ആലോചിച്ചിട്ടിരിക്കണേ? ഒന്നുമില്ല ശരണ്യെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയേ. എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിക്ക. നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ അവന് നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിന്റെ അവനറിയാം. ചേച്ചിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇത്രയും കാലം കല്യാണം കഴിക്കാണ്ട് ഇരുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ? നിങ്ങൾ പെട്ടെന്ന് ഒരു കല്യാണാലോചന പറഞ്ഞ ഞാൻ എങ്ങനെയാ സമ്മതിക്കുക? അവന് നിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അവൻ നിന്നെ വിളിക്കും. ഇനി എന്തിട്ടാന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ. എനിക്ക് അത്ര പറയാനുള്ളൂ. ചേച്ചി അങ്ങനെ പെട്ടെന്ന് നമ്പറൊന്നും കൊടുക്കല്ലേ ചേച്ചി. അയാള് ചിലപ്പോ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്റെ മക്കളെ എങ്ങനെ നോക്കുന്നു എനിക്കറിയില്ലല്ലോ. പിന്നെ അയാള് നിന്റെ മക്കളെ പൊന്നു പോലെ നോക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് വേണ്ട ചേച്ചി, വേണ്ട. നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കരുത് പ്ലീസ്. എനിക്ക് താല്പര്യമില്ല എന്നാണ്. നീ ഒന്ന് ആലോചിക്ക. നമുക്ക് അച്ഛനില്ല. അമ്മയുടെ വിഷമം നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്തായാലും നിന്റെ നമ്പർ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ രണ്ടാളും കൂടി സംസാരിച്ച് എന്തിട്ടാന്ന് വെച്ചാൽ തീരുമാനിക്കും. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇത് ഏതാ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ ഹലോ, ആരാണ്? ശരണ്യല്ലേ? ശരണ്യാണ്. ഞാനാ പ്രശാന്താണ്. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ, ചേച്ചി പറഞ്ഞിരുന്നു വിളിക്കുന്നു. ചേച്ചി പറഞ്ഞിട്ടുണ്ടായി. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ തീരുമാനം എന്ന് എനിക്ക് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ചേച്ചിയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം എങ്ങനെയാന്നുള്ളത്. എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാള് കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഒരാളെ എങ്ങനെയായിരിക്കും നോക്കുക, അങ്ങനെ ഒരു ടെൻഷനുള്ള കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ശരിയാവില്ല, എൻ്റെ മക്കൾക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒന്ന് സമ്മതിക്കുക എന്നുള്ള രീതിയിലായിട്ടുള്ളത്. ശരിയാ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോ ഈ ഫോണിൽ കൂടെ സംസാരിക്കാനാണ് നല്ലത്, നേരിട്ട് കണ്ട് സംസാരിക്കുന്നല്ലേ? അതന്നെ എനിക്കും തോന്നുന്നത്. നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന പോലെയല്ല, നേരിട്ട് തന്നെ സംസാരിക്കാം. തനിക്കെപ്പോഴും ഒഴിവുണ്ടാവുക? ഇന്ന് ഒഴിവുണ്ട്. ഇന്ന് ഞായറാഴ്ച കാരണം കൊണ്ട് ജോലിയില്ലല്ലോ, അത് കാരണം കൊണ്ട് ഇന്ന് ഒഴിവുണ്ട്. ഞാൻ എന്തായാലും വീട്ടുകാരോട് പറഞ്ഞിട്ടേ ഉച്ച തിരിഞ്ഞ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് വരാം, സംസാരിക്കാം. ആദ്യം തന്നെ സംസാരിച്ചിട്ട് മതി. നിങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീരുമാനിക്കുന്നുണ്ടാവും നല്ലത്. ഓക്കെ, വീട്ടുകാരോട് ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ സമയം പറഞ്ഞാൽ മതി. ശരി കേട്ടാ. ശരി, ഓക്കെ. ശരണ്യ, പ്രശ്നമുണ്ടല്ലേ? ചേച്ചി പറഞ്ഞ ആളെ ഞാനാണ്. നമ്മുടെ ഈ രണ്ടാമത്തെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾക്ക് സംസാരിക്കാൻ വിളിച്ചത്. അത് ചേട്ടൻ പറഞ്ഞു. എനിക്ക് എന്തിനാ വിളിക്കണ്ടേന്ന് അറിയില്ല കേട്ടോ. പ്രശാന്താണ് എൻ്റെ പേര്. ഓക്കെ, ഞാൻ ചേട്ടനെ വിളിക്കാം. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കണേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ നേരിട്ട് സംസാരിക്കണ്ട. എൻ്റെ കാര്യങ്ങൾ എല്ലാതും ക്ലിയർ ആയിട്ട് അറിയണം. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്. ഞാൻ രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് പറഞ്ഞാൽ വേറൊരു പെൺകുട്ടിയുടെ കൂടെയാണ് കേട്ടോ പോയത്. അതിനുശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. വീട്ടുകാരൊക്കെ പറയുന്നുണ്ടായി രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നൊക്കെ. പക്ഷേ എനിക്കൊരു ടെൻഷനായിരുന്നു. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ മക്കളെ അവരുടെ മക്കളായിട്ട് കാണുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാണ്ടിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചി പറഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ എനിക്ക് കണ്ട് സംസാരിക്കാമെന്ന് തോന്നി. ഞാനതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. 2 പിള്ളേരെ കാര്യമല്ലേ, എൻ്റെ മക്കളായിട്ട് തന്നെ വളരും. അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കറിയോ, ഞാൻ ചേച്ചിയുടെ അടുത്ത് ഈ കാര്യം ചേച്ചിയുടെ അടുത്ത് അങ്കിളി എന്ന് പറഞ്ഞേ. എന്നെ അത്ര ഇഷ്ടമായിരുന്നല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇപ്പോൾ തൻ്റെ 2 പിള്ളേരുള്ള കാര്യം, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നേ അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. തൻ്റെ 2 പിള്ളേരും എൻ്റെ പിള്ളേർ തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത്. തനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നാളെ ചേച്ചിനെ വിളിക്കും. ചേച്ചിയോട് പറഞ്ഞാൽ മതി എന്താ കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ടൊന്നേ വീട്ടുകാരുടെ അടുത്തും ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് നാളെ പറയാം കേട്ടോ.
ശരി. അമ്മാമ്മ പറഞ്ഞല്ലോ എനിക്ക് പുതിയ അച്ഛൻ വരാൻ പോവാ. പുതിയ അച്ഛൻ വരുന്നത് ഇഷ്ടമാണോ മാധുന്? അമ്മ എന്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും അച്ഛൻ, എനിക്ക് മാത്രം അച്ഛനില്ല. അച്ഛൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഹലോ. ആ, വീട്ടുകാരായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ആലോചിച്ചു. നമുക്ക് മുന്നോട്ട് തന്നെ പോവാട്ടോ. ശരി. നിങ്ങൾക്കൊരു അച്ഛൻ വരാൻ പോവാണ് കേട്ടാ. സന്തോഷായില്ലേ? കാത്തു ബാ. നമ്മളെ രണ്ടുപേരുടെ വീടും അടുത്തടുത്തായതുകൊണ്ട് മാധുവിന് വേറെ സ്കൂളിലേക്കൊന്നും മാറ്റേണ്ടി വന്നില്ല. ശരിയാ. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അതെന്തിട്ടാ? എനിക്ക് നിന്നെ മുന്നേ ഇഷ്ടമായിരുന്നു പഠിക്കുന്ന സമയത്തോട്ട്. പിന്നെ വീട്ടിലെ ആരാബ്ദം കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൾഫിൽ പോയപ്പോൾ പറയാൻ പറ്റിയില്ല. വന്നിട്ട് ആലോചിക്കാന്ന് വെച്ചു, കാശൊക്കെ കഴിഞ്ഞിട്ട്. ആ, അങ്ങനെയൊക്കെ ഉണ്ടാ? അതൊരു ബാക്കി പറ. ഞാൻ ഫസ്റ്റ് ലീവിന് വന്നപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു, ഒരു കടാവുപോയി. അപ്പം അതറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിട്ടാ പറയാ, വീണ്ടും പോയി. പിന്നെ വന്നപ്പോൾ നിന്റെ ഹസ്ബൻഡ് പോയിന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ അതിനാൾ വിഷമമായി. നമ്മ സ്നേഹിക്കുന്ന ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നല്ലേ നമുക്ക് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടല്ലേ. എൻ്റെ കല്യാണം പെട്ടെന്നായിരുന്നു. വീട്ടുകാർ ഒരു ചെക്കനെ ആലോചിച്ചു. എൻ്റെ ഇഷ്ടമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാരുടെ ഇഷ്ടം നോക്കി കല്യാണം കഴിച്ചു. ആളാണെങ്കിൽ മാധു ഉണ്ടായി. കാത്തൂന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ആ, മാധു വന്നാ? ഇത് അമ്മയ്ക്ക് മാത്രമുള്ള അച്ഛനില്ലേ? അമ്മ ഇന്നെന്റെ സ്കൂളിലെ ഫോട്ടോ എടുത്തൂരോ? ആണോ? അമ്മ നാളെയില്ലേ എന്റെ സ്കൂളില് പാരന്റ്സ് മീറ്റിംഗാ. അമ്മ വരില്ലേ? അമ്മ വരാലോ. ചേട്ടാ, എൻ്റെ മാധുവിനെ ഒരു വിഷമമുണ്ട്. എല്ലാ പേരൻസ് മീറ്റിങ്ങിനും എല്ലാവരുടെയും അച്ഛനമ്മമാര് വരും, എൻ്റെ മാത്രം അമ്മ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ആ, അങ്ങനെ ഒരു കാര്യമുണ്ടാ? അത് ഞാൻ തീർത്തരാലോ. നാളെ അച്ഛനും അമ്മയും കൂടിയിട്ട് വരാട്ടാ. നാളെ എന്റെ അച്ഛനമ്മ വരില്ലോ. സമയമാണ് പോയി ഡ്രസ് മാറിയ സിനിമയ്ക്ക് പോണ്ട. ആണോ മാധു? വേഗം പോയിട്ട് ഡ്രസ് മാർക്ക്. വേഗം. ആയോ, അതിനെ പിന്നെ തരാലോ. കാത്തുണ്ടൊന്ന് പോയിട്ടാ തരാട്ടാ. നോട്ടെ സുന്ദരിയായി നോട്ടെ. എന്റെ മോള് അച്ഛൻ്റെ മോള് സുന്ദരിയായി നോട്ടെ. പോയി പണിഞ്ഞു ശരണ്യേ. എന്താ ചേട്ടാ? ഒരു കാര്യം. എന്താ വിളിച്ചേ? അതെ, എന്റെ കൂട്ടുകാരൻ ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒപ്പം പണിയുണ്ടായതാ. അവനെ കാണാൻ പോണെന്ന് വൈകുന്നേരം. നേരം വൈകോ? നേരം വൈകും. മുടി നിറച്ച് ചടിയുണ്ട് അല്ലേ? ശരി, എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്. ഇത് കൊടുത്താ ഞാൻ പോയിട്ട് വരാട്ടാ. ആ വീട്ടിലുണ്ടെന്ന് പറയുന്നത്. ശരി, നേരം പേടിക്കണ്ടേ? ഭയങ്കരമായിട്ട് ക്ഷീണിച്ചില്ല നീ വന്നപ്പോ. എന്ത് പറയാനാ, അവിടെ ചൂടും ഭയങ്കര ടെൻഷനൊക്കെടാ. എന്താ പറയണേ, ഗൾഫിൽ ടെൻഷനാ. ഞാനുണ്ടായതല്ലോ അവിടെ. പണിയുടെ കാര്യങ്ങള്. എടാ, നീ കല്യാണം കഴിച്ചല്ലോ. അവളെ കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞതാ, പക്ഷെ ആള് ഇട്ടിട്ട് പോയി. പിന്നെ 2 കുട്ടികളുണ്ട്. സാഹചര്യം ഭയങ്കര മോശല്ലേ, പിന്നെ ജീവൻ കൊടുക്കാന്ന് വെച്ചു. അപ്പൊ ആ കുട്ടികളെ നീ വീട്ടിൽ കൊണ്ടുവന്നോ? പിന്നെ കൊണ്ടുവരാണ്ട്. എടാ, നീ എന്തൊരു മണ്ടത്തരാണ് പിള്ളേരുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട് പോവോ? അയാളാക്കിട്ട് പോരാറുന്നില്ലേ? അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എടാ, അത് നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഭാവിയിൽ നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ അതൊരു വലിയ വിഷയവും ജീവിതം ഭയങ്കര പ്രോബ്ലമാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. ചെറുതായിട്ട് അടിക്കണം. സാധനം കൊണ്ടുവന്നുണ്ട്. ചെറുതായിട്ടൊന്നും വേണ്ട, വലുതായിട്ട് അടിക്കാം.
മാറി കയറി കെട്ടിപ്പിടുത്തം. ചേട്ടാ ഇന്ന് കൂട്ടുകാരന്റെ കല്യാണം കൊണ്ട് പോണില്ലേ? പോണല്ലോ. നീ വരില്ലേ? നീ ആ ഞാൻ വരാം. എപ്പഴാ പോണ്ടേ? ഇപ്പൊ പോവാം. പിള്ളേരെ റെഡി ആക്കട്ടെ. പിള്ളേരെ കൊണ്ടുപോണാ? ഇല്ലാണ്ട് പിന്നെ ചേട്ടാ എവിടെയൊക്കെ പോകുമ്പോഴും പിള്ളേരെ കൊണ്ടുപോകണ്ട എവിടേക്കും പോണ്ട ചേട്ടാ. പിള്ളേരെ കൊണ്ടുപോകണം. ഞാൻ റെഡി ആക്കിട്ട് വരാം കേട്ടാ. മാധു ദേ അതെ കല്യാണത്തിന് പോവാം രണ്ടാളും കൂടിയിട്ട്. നീയോ നിന്റെ ഉണ്ണിയെ കൂടി ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാ അമ്മ ചോദിക്കാൻ ഞങ്ങൾ ഇല്ലാന്ന് പറയാ. ഇവിടെ ഇരിക്കുക രണ്ടാളും കൂടി. കേട്ടാ കേട്ടാ നിന്നോട് പറഞ്ഞത്? നമുക്ക് കല്യാണത്തിന് പോണ്ടേ? മാധുവാ ഇവിടെ ഇന്ന് അച്ഛന്റെ കൂട്ടുകാരന്റെ കല്യാണം. നമുക്ക് പോണ്ടേ അങ്ങോട്ട്? എന്തിനാ നിങ്ങള് നീ എന്താ വരാത്ത? നമ്മുടെ മക്കളില്ലാണ്ട് അമ്മ എവിടേക്കും പോയിട്ടില്ലടോ മുത്ത. നിങ്ങള് വാടാ. കാത്തുനെ നിങ്ങക്ക് നോക്കാൻ പറ്റുമോ ഇതിന്? കാത്തു ചേച്ചിയുടെ കൂടെ ഇരിക്കോ? കുറുമ്പ് കാണിക്കാണ്ട് ഇരിച്ചോ? അന്ന് അച്ഛനമ്മ വേഗം പോയിട്ട് വരാം കേട്ടാ. എന്റെ മക്കള് ടി വി വേണ്ടിയിരുന്നോ കേട്ടാ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ കോടാലി വരെ പോണെന്ന്. ഞാൻ പോയിട്ട് വരാം കേട്ടാ. അതാകുമ്പോ എന്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ശരി അപ്പൊ പോയിട്ട് വേഗം വന്നോടാ. ആ ഞാൻ വേഗം വരാം. അരമണിക്കൂർ കൂടി പോയാ ശരി ട്ടാ. എന്നിട്ടവിടെ രണ്ടാളും കൂടിട്ട് തൊഴിലിന്റെ അവിടെ രണ്ടാളും കൂടിട്ട് നാളെ നിന്റെ അമ്മാമ്മനെ വിളിച്ചു കൊടുത്ത് രണ്ടും കൂടി പൊക്കോട്ടാ. ഇവിടെ ജീവിക്കണേ തൊഴിലും വേണം കേട്ടാ. രണ്ടെണ്ണം നാളെ തന്നെ പൊക്കോ. എന്തൊരു വിഷമം മൂത്ത്? എന്താ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ. അവര് അമ്മാമ്മരെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കായിരുന്നു. അമ്മാമ്മരെ വീട്ടിൽ പോവേ? എന്തിനാ അമ്മാമ്മരെ വീട്ടിൽ പോണേ? അനുങ്കാത്ത് കുറച്ചു ദിവസം അമ്മാമ്മയുടെ വീട്ടിൽ പോയി നിക്കട്ടെ അമ്മ. അമ്മാമ്മരെ വീട്ടിൽ പോയി നിക്ക? എന്തിനത്? അമ്മ ഉള്ളപ്പോ അമ്മേടെ അടുത്ത് നിന്നാ മതി കേട്ടാ. വേറെ എവിടേക്കും പോണ്ട. എന്റെ മക്കളില്ലാണ്ട് അമ്മയ്ക്ക് എങ്ങനെ നിക്കാൻ പറ്റും ഇവിടെ? അമ്മയുടെ കൂടെ നിന്നോളൂ കേട്ടാ. കേട്ടാ എവിടേക്കും പോണ്ട കേട്ടാ. കാത്തു നമുക്ക് ഇവിടുന്ന് പോയാലോ? അച്ഛനമ്മ ഇഷ്ടമല്ല കാത്തുമാരെ ഇവിടെ നിൽക്കണത്. കാത്തു നമ്മളമ്മമ്മയുടെ അടുത്ത് പോയ നമ്മളെ തിരിച്ചു കൊണ്ടുവരും. നമുക്ക് എങ്ങടെങ്കിലും പോയാലോ കാത്തുവാ? അമ്മയുടെ ജീവിതം നന്നായി പോകുള്ള കാത്തുവാ. നമുക്ക് പോയാലോ എങ്ങടെങ്കിലും? നമുക്ക് ആരും കാണാതെ ഇവിടുന്ന് പോവാട്ടാ കാത്തുവാ. ചേട്ടാ പിള്ളേരെ കണ്ടാ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ചേട്ടാ പിള്ളേരെ ഞാൻ ഇവിടെ മൊത്തം അന്വേഷിച്ചു കാണാല്ലേ അവരെ. ഒന്ന് നോക്കി പറമ്പിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ചെല്ല് ചെല്ല്. രണ്ടെണ്ണം കൂടി അങ്ങോട്ട് പോയണോ? ചേട്ടാ ഞാൻ ഒന്നും കൂടി നോക്കിവിടെ ഒന്നും കാണാനില്ല. എനിക്ക് എടുക്കണം ചേട്ടാ. എന്റെ പിള്ളേരെ പോയി അന്വേഷിക്കും ചേട്ടാ. എവിടെയെങ്കിലും പോയി നോക്ക്. ചിലപ്പോ അവർ എവിടേക്കും പോയിട്ടുണ്ടാവും. ഞാൻ കുറച്ചേരത്തെ വന്നപ്പോ ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലേ ചേട്ടാ. എനിക്ക് എന്റെ മക്കളെ കാണാനില്ല. ഈ ഒന്ന് കരയാണ്ടിക്ക് ശരണി. ഞാൻ പോയി അന്വേഷിച്ചിട്ട് പറ്റേ. കുറച്ച് വെള്ളം തരുമോ?
വെള്ളമൊന്നുമില്ല. പോയാ പോയാ ചേട്ടാ ഈ ഫോട്ടിലുള്ള കിടാവിനെ ഞാൻ കണ്ടില്ല. അവരിപ്പോ എന്നോട് പോയല്ലോ. ഈ വിളിക്ക് പോയ ആ അങ്ങോട്ട് പോയി. പുറന്നേരയാ? ഇല്ല ഇപ്പൊ പോയുള്ളൂ. ചേച്ചി ഈ കുട്ടികളെ എവിടെയെങ്കിലും കണ്ടോ ചേച്ചി? ആ വഴിക്കാം. ശരി കേട്ടോ. ചേട്ടാ അവരെ കണ്ടോ ചേട്ടാ? ആ കടക്കാര് പറയുന്നത് ഇങ്ങോട്ട് വന്നെന്ന് പറയില്ലായിരുന്നു. എന്നോട് ആരും പറഞ്ഞു. ഞാൻ ചേട്ടൻ ഒരുപാട് ചേച്ചി പുറത്തുകൊണ്ട് പോകുന്നു. അവരിന്നെ എന്റെ മോൾ നിങ്ങൾ രണ്ടുപേരും എത്ര അന്വേഷിക്കുന്നേ? നിങ്ങൾ എന്തിനു വീട് വിട്ടു പോന്നേ? എന്തിട്ട് കാട്ടി പോന്നേ? എന്തിനാ പോന്നെ നിങ്ങ വീട്ടിൽ നിന്ന്? അമ്മയച്ഛൻ എന്തോരം പേടിച്ചു. നിങ്ങൾ എന്തിനാ വീട് വിട്ട് പോന്നത്? എന്തോരം അമ്മ അന്വേഷിച്ചു പോന്നു. അമ്മ എന്തോരം പേടിച്ചു പോന്നു. നിങ്ങൾ എന്തിനാ വീട് വിട്ട് പോന്നേ? പറയ് മാധു, പറയ്. കാത്തുന് പറയാൻ അറിയില്ല. നീ എന്തിനാ കാത്തുനും കൊണ്ട് പോന്നേ? പറയ്, അമ്മേന്റെ അടുത്ത് പറയും മോളെ. ഞങ്ങളെ അമ്മയ്ക്ക് ബാധിയാ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ എന്റെ മക്കളുടെ അടുത്ത്? ഇല്ലമ്മ, ഞങ്ങക്ക് തോന്നിയതാ. മാധു ഒരു കാര്യം പറയണം കേക്ക്. നീ ഇപ്പൊ ബാധ്യതയാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും പോന്ന അമ്മ ഇല്ല. അമ്മ എന്തെങ്കിലും ചെയ്ത് അമ്മ ചത്തു പോവുള്ളൂ കേട്ടാ. നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടാ. കേട്ടാ, അമ്മേനെ ഉപേക്ഷിച്ച് പോരും, എവിടേക്കും പോരും നിങ്ങള്. നമ്മുടെ പൊന്ന് വാടാ, നമ്മുടെ പൊന്നിങ്ങനെ അച്ഛൻ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിക്കട്ടെ. നീ ഇങ്ങനെ ഇറങ്ങി പോവാൻ വേണ്ട വീട്ടിന്ന്. കുഴപ്പമില്ല, ചെങ്ങ പോവില്ല. അച്ഛനൊരു ഉമ്മ തന്നു.